പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നാം +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമുക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൗ വി ഓർഗനൈസ് ഡാറ്റ എന്നാണ്. എങ്ങനെയാണ് നാം ഡാറ്റകളെ ഓർഗനൈസ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അവിടെ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഓർഗനൈസിങ് ഡാറ്റ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു നിർത്തിയത് ഡാറ്റ ആർ 2 ടൈപ്സ് എന്നായിരുന്നു. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നും മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നും തരംതിരിക്കാമെന്ന് നാം പറഞ്ഞു. അതോടൊപ്പം ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഇവയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി ഈ രണ്ട് തരം ഡാറ്റയെ അഥവാ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന രണ്ട് ഇനം ഡാറ്റകളെ അഥവാ ഗുണപരമായതും ഗണപരമായതും, ഗുണപരമായത് സംഖ്യാരൂപത്തിൽ അളക്കാൻ കഴിയാത്ത ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ നമുക്ക് ആട്രിബ്യൂട്ട്സ് എന്ന പേരിലും കൂടി വിളിക്കുന്നു എന്ന് നാം പറഞ്ഞു. അഥവാ ആട്രിബ്യൂട്ട്സ് ആർ ദോസ് ഡാറ്റ വിച്ച് cannot be expressed or measured in numerically. They are qualitative in nature. അവ ഗുണപരമാണ്. ഉദാഹരണം നാം പറഞ്ഞിരുന്നു, ഇന്റലിജൻസ്, അഫെക്ഷൻ, ലവ്, സിമ്പതി തുടങ്ങിയവയെല്ലാം ആട്രിബ്യൂട്ട്സിന് ഉദാഹരണമാണ് എന്ന് നാം പറഞ്ഞിരുന്നു. എന്നാൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ വേരിയബിൾസ് ആർ ദോസ് ഡാറ്റ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. അളക്കാൻ കഴിയുന്നത് ദേ ആർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ എന്ന് നാം പറഞ്ഞു. ഉദാഹരണമായി ലെങ്ത്, ബ്രെഡ്ത്ത്, വിഡ്ത്ത്, വോളിയം, വെയിറ്റ്, റെയിൻഫാൾ ഓർ വിൻഡ്, സ്പീഡ് തുടങ്ങിയവയെ നാം ഉദാഹരണമായി പരാമർശിച്ചിരുന്നു. ഇനി ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അളക്കാൻ കഴിയുന്ന മെഷറബിൾ ആയ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ നാം രണ്ടായി തരംതിരിക്കുന്നു. ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് എന്ന രൂപത്തിൽ നാം ഇവയെ രണ്ടായി തരംതിരിക്കുകയാണ്. മൊത്തത്തിൽ ഈ ഡാറ്റയെ നമുക്ക് വേരിയബിൾസ് എന്ന് വിളിക്കാം. വേരിയബിൾ ഈസ് എ ചേഞ്ചിങ് ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഫ്രം ടൈം ടു ടൈം ഓർ ഫ്രം യൂണിറ്റ് ടു യൂണിറ്റ് ഓർ ഫ്രം പ്ലേസ് ടു പ്ലേസ് എക്സെട്ര. സ്ഥലമാറ്റത്തിനോ സമയമാറ്റത്തിനോ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡാറ്റയെ, പ്രത്യേകിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ നാം വേരിയബിൾ എന്ന് വിളിച്ചു. ഈ വേരിയബിളിനെ നാം രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി സർട്ടൻ ഇന്റിജർ വാല്യൂസ്. പൂർണ്ണസംഖ്യകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സീരീസിനെ നാം ഡിസ്ക്രീറ്റ് സീരീസ് ഓർ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് നമുക്ക് വിളിക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിലെ വിദ്യാർത്ഥികളുടെ എണ്ണം. ഇവിടെ പൂർണ്ണസംഖ്യകൾ മാത്രമേ കടന്നു വരികയുള്ളൂ. ഒരു ക്ലാസ്സിൽ 50 വിദ്യാർത്ഥികൾ, ഒരു ക്ലാസ്സിൽ 60 വിദ്യാർത്ഥികൾ എന്ന രൂപത്തിൽ പൂർണ്ണസംഖ്യകൾ മാത്രമേ ഇവിടെ കടന്നു വരികയുള്ളൂ. ഇവിടെ ഒരു ദശാംശ സ്ഥാനമോ ഒരു ഭിന്നസംഖ്യയോ ഇവിടെ കടന്നു വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫാമിലി മെമ്പേഴ്സ്, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം 5, 4 തുടങ്ങിയ സംഖ്യകൾ കൊണ്ട് പൂർണ്ണസംഖ്യകൾ മാത്രമേ അവിടെ കടന്നു വരുന്നുള്ളൂ. ആനിമൽസിന്റെ എണ്ണമോ വെഹിക്കിൾസിന്റെ എണ്ണമോ ഒക്കെ നാം എടുക്കുമ്പോൾ തന്നെയും അവിടെ പൂർണ്ണസംഖ്യകൾ മാത്രമേ കടന്നു വരുന്നുള്ളൂ. ഇത്തരം സീരീസിനെ, ഇത്തരം വേരിയബിൾസിനെയാണ് നാം ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ a variable is said to be discrete when it is expressed in whole numbers. പൂർണ്ണസംഖ്യകൾ കൊണ്ട് നാം ചിത്രീകരിക്കുന്ന, നാം വിശദീകരിക്കുന്ന ഒരു സീരീസിനെ, ഒരു വേരിയബിളിനെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സീരീസ് കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. കണ്ടിന്യൂസ് വേരിയബിൾ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇറ്റ് ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ.
ഏത് സംഖ്യാരൂപങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സീരീസിനെയാണ് നാം കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് സീരീസിൽ ഇറ്റ് ക്യാൻ ടേക്ക് എനി ഇന്റിജേഴ്സ്, എനി ഹോൾ നമ്പേഴ്സ്, എല്ലാ പൂർണ്ണസംഖ്യകളും ഇവിടെ ഉൾക്കൊള്ളുന്നു. 1 2 3 4 5 6 എന്നിങ്ങനെയുള്ള മുഴുവൻ എണ്ണൽ സംഖ്യകളും ഇവിടെ ഉൾക്കൊള്ളുന്നു. ആൻഡ് ഓൾസോ ഓൾ ഫ്രാക്ഷണൽ വാല്യൂസ്, എല്ലാ ഭിന്നസംഖ്യകളും ഈ സീരീസിൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇപ്രകാരം ഏത് സംഖ്യാരൂപങ്ങളെയും അഥവാ പൂർണ്ണസംഖ്യകളെയും ഭിന്നസംഖ്യകളെയും ഡെസിമൽ വാല്യൂസിനെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സീരീസിനെ നമുക്ക് കണ്ടിന്യൂസ് വേരിയബിൾ ഓർ കണ്ടിന്യൂസ് സീരീസ് എന്ന് വിളിക്കും. ഉദാഹരണം നമുക്ക് പറയാം, ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് മെഷർ ചെയ്ത പൂർണ്ണസംഖ്യയും ദശാംശ സ്ഥാനങ്ങളും കടന്നു വരാം. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ പൂർണ്ണസംഖ്യകളും ഭിന്നസംഖ്യകളും കടന്നു വരാം. പ്രോഫിറ്റ് മെഷർ ചെയ്യുമ്പോൾ അവിടെ പൂർണ്ണസംഖ്യകളും ഫ്രാക്ഷൻസും അവിടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു ഡാറ്റ ശേഖരിച്ച് ക്രോഡീകരിക്കുമ്പോൾ അത് നാം കണ്ടിന്യൂസ് സീരീസിലേക്ക് മാറ്റുന്നു. കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞാൽ, a variable is said to be continuous when it is expressed not only in whole numbers but also in fractional values. whole numbers-ഉം fractional values-ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സീരീസിനെ നമുക്ക് കണ്ടിന്യൂസ് സീരീസ് എന്ന് വിളിക്കാം. എക്സാമ്പിൾസ് നമുക്ക് കൂടുതൽ പറയാൻ സാധിക്കും. അതിനുശേഷം ഈ ഡാറ്റകൾ നമുക്ക് ഏതൊക്കെ മെത്തേഡ് അനുസരിച്ച് ഇവയെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് അറേഞ്ചിങ് ഡാറ്റകളെ എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. There are 3 methods. 3 രൂപത്തിൽ നമുക്ക് അവയെ അറേഞ്ച് ചെയ്യാം. ഒന്ന് array അഥവാ ശ്രേണി എന്ന രൂപത്തിൽ നമുക്ക് ഡാറ്റ അറേഞ്ച് ചെയ്യാം. രണ്ടാമതായി ഫ്രീക്വൻസി array എന്ന രൂപത്തിൽ നമുക്ക് ഡാറ്റകളെ അറേഞ്ച് ചെയ്യാം. മൂന്നാമതായി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന രൂപത്തിലും നമുക്ക് ഡാറ്റകളെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഓരോന്നും എന്താണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഉദാഹരണമായി നമുക്കിവിടെ ഒരു റോ ഡാറ്റ തന്നിരിക്കുന്നു. ഹൗ വി ക്യാൻ ഓർഗനൈസ് ഇറ്റ്. ഈ തന്നിരിക്കുന്ന ഡാറ്റ അഥവാ അൺഓർഗനൈസ്ഡ് ഡാറ്റയാണ്. ഈ അൺഓർഗനൈസ്ഡ് ക്രമീകരണത്തിന് വിധേയമാവാത്ത ഈ ഡാറ്റയെ നമുക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും? സംഖ്യകളെ ആരോഹണ ക്രമത്തിലാക്കാം. യെസ്, ശരിയാണ്. നമുക്കിതിനെ ആരോഹണ ക്രമത്തിലേക്ക് കൊണ്ടുവരാം. എന്താണ് ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ? അതായത് ചെറുതിൽ നിന്നും വലുതിലേക്ക്. അതെ, ഇതിനെ നാം ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിക്കുന്നു. അഥവാ ഏറ്റവും സ്മോളസ്റ്റ് ആൻഡ് ടു ദ ലാർജസ്റ്റ്, ചെറുതിൽ നിന്നും വലുതിലേക്ക് നാം ഇതിനെ ക്രമീകരിച്ചു. സോ ദിസ് ഫോം ഈസ് നോൺ ആസ് array. ഈ രൂപത്തെയാണ് നാം array എന്ന് വിളിക്കുന്നത്. array is the arrangement of data in ascending or descending order according to their magnitude. ഇവയുടെ അളവനുസരിച്ച്, ഇവയുടെ സൈസ് അനുസരിച്ച് നാം ഇവയെ അറേഞ്ച് ചെയ്താൽ this form is known as array. ഇതിനാണ് നാം array അഥവാ ശ്രേണി എന്ന് വിളിക്കുന്നത്. ഇത് ഒരു തരം അറേഞ്ച്മെന്റ് ആണെങ്കിൽ നമുക്ക് മറ്റൊരു ഡാറ്റ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ മറ്റൊരു റോ ഡാറ്റ തന്നിരിക്കുന്നു. ഹൗ വി ക്യാൻ ഓർഗനൈസ് ഇറ്റ്? ആരോഹണ ക്രമത്തിലാക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് ആരോഹണ ക്രമത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഈ രൂപത്തിൽ ഇതിനെ നാം അരയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നാം കാണുന്നത്. ഇവിടെ ഒന്നാമത്തെ സംഖ്യ എത്ര തവണ ആവർത്തിച്ചു വന്നിരിക്കുന്നു? 2 തവണ. അതെ, 2 തവണ ആവർത്തിച്ചിരിക്കുന്നു. 20 എന്ന സംഖ്യ എത്ര തവണ ആവർത്തിച്ചു വന്നിരിക്കുന്നു? 3 തവണ. 3 തവണ ആവർത്തിച്ചു വന്നിരിക്കുന്നു. മറ്റ് പല സംഖ്യകളും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഡാറ്റയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് പല ഡിഫിക്കൽട്ടീസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നാം ഇതിനെ അടുത്ത രൂപം മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. The items are listed. The repeating items are only listed. And also their frequencies are marked. അതിനുശേഷം അവയുടെ ഫ്രീക്വൻസിയും നാം മാർക്ക് ചെയ്യുന്നു. അവ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്ന് നാം ടാലി മാർക്കിലൂടെ രേഖപ്പെടുത്തിയ ശേഷം ഇറ്റ് ഈസ് മാർക്ക്ഡ് ആസ് ഫ്രീക്വൻസി. അതിനെ നാം ഫ്രീക്വൻസിയായി രേഖപ്പെടുത്തുന്നു. ഈ ഫോമിനെയാണ് ഫ്രീക്വൻസി array എന്ന് നാം വിളിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റിംഗ് ഐറ്റംസ് ആർ മാർക്ക്ഡ് വിത്ത് their ഫ്രീക്വൻസി.
അപ്പോൾ ഫ്രീക്വൻസി അറേ എന്ന് പറഞ്ഞാൽ it is a classification of discrete variable that shows different values of the variable along with their corresponding frequency. സംഖ്യകളെ അവയുടെ ഫ്രീക്വൻസികളോടുകൂടി നാം രേഖപ്പെടുത്തുന്ന രൂപത്തെയാണ് ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത്. What is frequency? Frequency is the number of times a value occur in a series. ഒരു സീരീസിൽ ഒരു വാല്യൂ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വരുന്നു എന്നതിനെ ഫ്രീക്വൻസി എന്ന് വിളിക്കാം. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ഓർഗനൈസേഷനെയാണ്, ഈ രൂപത്തിലുള്ള ഒരു ക്രമീകരണത്തെയാണ് നാം ഫ്രീക്വൻസി അറേ എന്ന് വിളിക്കുന്നത്. ദ നമ്പർ ഓഫ് ടോട്ടൽ വാല്യൂ വി ഗെറ്റ് ബൈ ദ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി. ടോട്ടൽ എത്ര ഇനങ്ങളുണ്ട് എന്നത് നമുക്ക് ഫ്രീക്വൻസിയുടെ ടോട്ടലിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ഈ രൂപത്തിലുള്ള ഓർഗനൈസേഷനെയാണ് നാം ഫ്രീക്വൻസി അറേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു രൂപം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഐറ്റംസ് ലിസ്റ്റ് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഗ്രൂപ്പുകളായിട്ടാണ് അഥവാ ക്ലാസുകളായിട്ടാണ് ഇവിടെ ഡാറ്റകളെ മാർക്ക് ചെയ്തിരിക്കുന്നത്. മുമ്പ് നാം കണ്ടത് ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു എങ്കിൽ ഇവിടെ ഇനങ്ങൾക്ക് പകരം അവയെ ഗ്രൂപ്പുകളായിട്ടാണ് അഥവാ ക്ലാസുകളായിട്ടാണ് ഇവിടെ ഇവയെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി അറേയിൽ നിന്നും ഈ രൂപത്തിലേക്ക് ഒരു മാറ്റം മാറുമ്പോൾ ഇവയെ നാം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡാറ്റ ആർ ഗ്രൂപ്പ്ഡ് ഇൻടു ഡിഫറെന്റ് ക്ലാസസ് ഓഫ് അപ്രോപ്രിയേറ്റ് സൈസ് വിത്ത് ദെയർ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. ഇവിടെ ഡാറ്റകളെ വിവിധ ക്ലാസുകളായി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു വിത്ത് ദെയർ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. അപ്പോൾ ഈ രൂപത്തിൽ ഡാറ്റകളെ ക്ലാസുകളായി ഗ്രൂപ്പ് ചെയ്ത ശേഷം അവയുടെ ടാലി മാർക്കോടുകൂടി ഫ്രീക്വൻസി രേഖപ്പെടുത്തുന്ന രൂപത്തെയാണ് നാം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ചില ഭാഗങ്ങളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ആദ്യമായി ക്ലാസ് ലിമിറ്റുകളാണ്. Class limits are the lowest and highest value that can be included in a class. ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ലോവസ്റ്റ് വാല്യൂവും ഹയസ്റ്റ് വാല്യൂവും ഉണ്ട്. ഇവയെ ക്ലാസ് ലിമിറ്റ്സ് എന്ന് വിളിക്കും. There are two class limits. രണ്ട് ക്ലാസ് ലിമിറ്റുകളാണ് അവിടെ ഉള്ളത്. ലോവർ ക്ലാസ് ലിമിറ്റ് ആൻഡ് അപ്പർ ക്ലാസ് ലിമിറ്റ്. മുമ്പ് നാം കണ്ട ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ക്ലാസ്സിൽ 0 to 10, 10 to 20, 20 to 30 എന്ന് പറയുന്ന ആ ക്ലാസ് ഗ്രൂപ്പിൽ 0, 10, 20 എന്ന് പറയുന്നത് അതാത് ക്ലാസുകളുടെ ലോവർ ലിമിറ്റുകളാണ്. അതാത് ക്ലാസുകളിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യകളെ നാം ലോവർ ലിമിറ്റ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഏറ്റവും ഹയസ്റ്റ് വാല്യൂ 10 ആണ്. അതുകൊണ്ട് അതിനെ അപ്പർ ലിമിറ്റ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ക്ലാസ്സിലെ ഹയസ്റ്റ് വാല്യൂ 20 ആണ്. അതിനെ അപ്പർ ലിമിറ്റ് എന്ന് വിളിച്ചു. മൂന്നാമത്തെ ക്ലാസ്സിലെ ഹയസ്റ്റ് വാല്യൂ 30 ആണ്. അതിനെ അപ്പർ ലിമിറ്റ് എന്ന് വിളിച്ചു. അപ്പോൾ രണ്ട് ലിമിറ്റുകളാണ്. ഓരോ ക്ലാസ്സിലും ഉൾക്കൊള്ളിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ സംഖ്യയെ ലോവർ ലിമിറ്റ് എന്നും അതേ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഹയസ്റ്റ് വാല്യൂവിനെ ഏറ്റവും ഉയർന്ന വാല്യൂവിനെ അപ്പർ ലിമിറ്റ് എന്നും വിളിക്കുന്നു. പ്രകാരം രണ്ട് ക്ലാസ് ലിമിറ്റുകൾ. ലോവർ ലിമിറ്റ് is the lowest value that can be included in a class. Upper limit is the highest value that can be included in a class. Okay, then അങ്ങനെയാണെങ്കിൽ there is a class interval. Class interval or class width. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ഒരു ലോവർ ലിമിറ്റും ഒരു അപ്പർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം. That can be calculated by deducting the upper limit minus lower limit. അപ്പർ ലിമിറ്റിൽ നിന്നും ലോവർ ലിമിറ്റ് കുറച്ചുകൊണ്ട്. ഉദാഹരണം രണ്ടാമത്തെ ക്ലാസ് നമുക്ക് പരിശോധിക്കാം. ഇവിടെ അപ്പർ ലിമിറ്റ് 20 ആണ്. അതിൽ നിന്നും ലോവർ ലിമിറ്റ് ആയ 10 കുറക്കുമ്പോൾ നമുക്ക് ക്ലാസ് ഇന്റർവെൽ 10 എന്ന് ലഭിക്കുന്നു. അപ്പോൾ ഈ രൂപത്തിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് ക്ലാസ് ഇന്റർവെൽ എന്ന് വിളിക്കാം. ഇതിന്റെ തന്നെ സൈസ് ഓഫ് ദ ക്ലാസ് എന്നും നമുക്ക് വിളിക്കാം. ഇവിടെ നമുക്ക് 3 ക്ലാസിന്റെയും ക്ലാസ് ഇന്റർവെൽ 10 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 3 ക്ലാസിന്റെയും ക്ലാസ് വിഡ്ത്ത് ഈക്വൽ ആണ്, ക്ലാസ് ഇന്റർവെൽ ഈക്വൽ ആണ്, സൈസ് ഓഫ് ദ ക്ലാസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് കാണാം. അടുത്തതായി നമുക്ക് മനസ്സിലാക്കുന്നത് ക്ലാസ് മിഡ് പോയിന്റ് ആണ്.
class midpoint or class mark. It is the middle value of a particular class. ഒരു particular classന്റെ മധ്യബിന്ദുവാണ്, മധ്യ മൂല്യത്തെയാണ് നാം ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക് എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടി ടോട്ടൽ ചെയ്ത് 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക് ലഭിക്കുന്നു. ഉദാഹരണം, നാം ഇപ്പോൾ പറഞ്ഞ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഈ പറയപ്പെട്ട ക്ലാസുകളുടെ മിഡ് പോയിന്റ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഉദാഹരണം, ഒന്നാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 10ഉം കൂടി ടോട്ടൽ ചെയ്താൽ 0 പ്ലസ് 10 ആണ്. ഡിവൈഡ് ബൈ 2, അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മിഡ് പോയിന്റ് 5 ലഭിച്ചു. രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 10ഉം അപ്പർ ലിമിറ്റ് 20ഉമാണ്. 10ഉം 20 ടോട്ടൽ 30 ആണ്. 30 ബൈ 2 15 ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്ലാസിന്റെ എത്രയായിരിക്കും? 30 പ്ലസ് 20 50 ആണ്. 50 ബൈ 2 25 ആണ്. നാലാമത്തെ ക്ലാസിന്റെ ടോട്ടൽ 70 ആണ്. 70 ബൈ 2 35 ആണ്. അഞ്ചാമത്തെ ക്ലാസിന്റെ 40 പ്ലസ് 50 90 ആണ്. ഡിവൈഡ് ബൈ 2 45 ആണ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക് എന്ന് നമുക്ക് വിളിക്കാം. This is the middle value of a particular class. ഒരു പർട്ടിക്കുലർ ക്ലാസിന്റെ മധ്യബിന്ദുവിനെയാണ് നാം ക്ലാസ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാത് ക്ലാസുകളുടെ മധ്യബിന്ദുവിനെ, ഓരോ ക്ലാസിന്റെയും മധ്യബിന്ദുവിനെ നമുക്ക് മിഡ് പോയിന്റ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഹൗ ടു പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് വിശദമായി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതോടൊപ്പം അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ തീരുന്നത് കൊണ്ട് ഒരു എക്സാമും കൂടി നിങ്ങൾക്ക് ഓൺലൈനായി നടത്തും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ നാം പരിചയപ്പെട്ടത് വേരിയബിൾ ഈസ് എ ചേഞ്ചിങ് വാല്യൂ. വേരിയബിളിനെ നാം പരിചയപ്പെട്ടു. അത് ഡിസ്ക്രീറ്റ് വേരിയബിളിനെ നാം പരിചയപ്പെട്ടു. ഹോൾ നമ്പേഴ്സ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു വേരിയബിളിനെ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് വിളിച്ചു. ഹോൾ നമ്പേഴ്സിനെയും ഇൻഡിജർ വാല്യൂസിനെയും ഫ്രാക്ഷണൽ ഓർ ഡെസിമൽ വാല്യൂസ് എല്ലാം ഉൾക്കൊള്ളുന്ന, ഭിന്നസംഖ്യകളും പൂർണ്ണസംഖ്യകളും ദശാംശ സ്ഥാനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സീരീസിനെ കണ്ടിന്യൂസ് സീരീസ് എന്ന് നാം പരിചയപ്പെട്ടു. ഡാറ്റയെ അറേഞ്ച് ചെയ്യാനുള്ള വിവിധ രൂപങ്ങൾ, അറേ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നിവ പഠിച്ചു. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് 2 ആക്ടിവിറ്റിയാണ് നാം ഇവിടെ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഡിസ്റ്റിംഗ്വിഷ് ദ ഫോളോയിങ് വേരിയബിൾ ആസ് കണ്ടിന്യൂസ് ഓർ ഡിസ്ക്രീറ്റ്. താഴെ തന്നിരിക്കുന്ന ഈ വേരിയബിൾ കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ എന്ന് കോളം വരച്ച് തരംതിരിക്കുക എന്നതാണ്. ഏരിയ ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, നമ്പർ അപ്പിയറിംഗ് ഓൺ എ ഡയസ് ഉണ്ട്, ക്രോപ്പ് ഈൽഡ് ഉണ്ട്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, റെയിൻഫോൾ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് കാർസ് ഓൺ എ റോഡ് ഉണ്ട്, ഏജ് ഉണ്ട്. ഇവ കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുകയാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമതായി മറ്റൊന്ന് കാണാം. ഒരു സിറ്റിയിലെ ഫാമിലീസ് വേർ സർവൈവ്ഡ് ഫോർ നമ്പർ ഓഫ് സെൽ ഫോൺസ് ദേ യൂസ്ഡ്. ഒരു സിറ്റിയിലെ ഫാമിലികൾ 45 ഫാമിലി സർവേ നടത്തി. അവർ എത്ര സിമ്മുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന രൂപത്തിലാണ് സർവേ നടത്തിയത്. പ്രിപ്പയർ എ ഫ്രീക്വൻസി അറേ ബേസ്ഡ് ഓൺ ദ റിപ്ലൈസ്. തന്നിരിക്കുന്ന ഡാറ്റയെ വെച്ചിട്ട് ഒരു ഫ്രീക്വൻസി അറേ തയ്യാർ ചെയ്യുക എന്നതാണ് അടുത്ത ആക്ടിവിറ്റി. എല്ലാം ഒറ്റ അക്ക നമ്പറുകളാണ്. ഇവയെ ഒരു ഫ്രീക്വൻസി അറേ ആയി തയ്യാർ ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. അടുത്ത ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന വിശദമായ ഒരു ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്റർ തീരുകയും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.